Good morning. Today we have discussed about colonial policy of education. Colonial policy of education mainly refers to British education. We know that modern education began in India under British rule. Before the British, India had its own educational system like the Gurukulas and the Madrasas. The East India Company during their first 16 years of rule didn't care much for the education of those they ruled in India. There are three agents of modern education in India. First one, the British government. Second one, Christian missionaries. Third one, Indian intellectuals and reformers. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കൊളോണിയൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ഡിസ്കസ് അബൌട്ട് ദി എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഈസ് ദ പവർഫുൾ വെപ്പൺ അല്ലേ? എല്ലാവർക്കും അറിയാം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പവർഫുൾ വെപ്പണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ഈ ഒരു എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യമാണ് നമുക്ക് പ്രാധാന്യമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് വൺ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ആണ്. ഇവിടെ ഒരു ഡെഫിനിഷൻ തന്നെ കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഈസ് എ പവർഫുൾ ടൂൾ ടു അൺലോക്ക് ദ ഗോൾഡൻ ഡോർ ഓഫ് ഫ്രീഡം വിച്ച് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ ടൂളാണ്. അതെന്താണ്, നമുക്കൊരു നല്ലൊരു ഒരു ഗോൾഡൻ ഡോർ തന്നെയാണ് ഫ്രീഡം വിച്ച് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അതിനെ കൊണ്ട് നമുക്കെന്താണ് ലോകത്തെ തന്നെ മാറ്റാൻ സാധിക്കും. വിത്ത് ദ അഡ്വാൻറ്റ് ഓഫ് ബ്രിട്ടീഷ് ദെയർ പോളിസീസ് ആൻഡ് മെഷേഴ്സ് ബ്രീച്ച്ഡ് ദ ലെഗസി ഓഫ് ട്രഡീഷണൽ സ്കൂൾസ് ഓഫ് ലേണിംഗ് ആൻഡ് ദിസ് റിസൾട്ടഡ് ഇൻ നീഡ് ഓഫ് ക്രിയേറ്റിംഗ് ക്ലാസ് ഓഫ് സബോർഡിനേറ്റ്സ്. Then to achieve this goal, they instituted a number of acts to create an Indian canvas of ഇംഗ്ലീഷ് കളർ ത്രൂ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഈ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഇംഗ്ലീഷ് നിറത്തിലുള്ള ഒരു ഇന്ത്യൻ ക്യാൻവാസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർ നിരവധി നിയമങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദെൻ മേജർ ലാൻഡ്മാർക്ക് ഓഫ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇനി അവരുടെ മേജർ ലാൻഡ്മാർക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഹാഡ് ഇറ്റ്സ് ബിഗിനിങ് ഇൻ ഇന്ത്യ വിത്ത് കമ്മിങ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ 1600 AD. അപ്പോൾ എന്താണ്, ഇന്ത്യയിലെ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ്റെ പ്രധാന ഒരു നാഴികക്കല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 1600 AD എന്ത് ചെയ്തിട്ടുണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവോടെയാണ് ഈ ഒരു വെസ്റ്റേൺ എഡ്യൂക്കേഷനൊക്കെ എന്ത് ചെയ്തത്, ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ 1673 എസ്റ്റാബ്ലിഷ്ഡ് എ സെക്കൻഡറി സ്കൂൾ അറ്റ് മദ്രാസ്. അങ്ങനെ 1673 എന്ത് ചെയ്തു, മദ്രാസിലൊരു സെക്കൻഡറി സ്കൂള് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ കീപ്പിംഗ് വിത്ത് ദ ചാർട്ടർ ഓഫ് 1698 the company opened school in Madras, Bombay and Calcutta between 1715 to 1731. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ, ഈ ഒരു 1698 1698 ചാർട്ടർ ആക്ട് അനുസരിച്ച് കമ്പനി 1715 to 1731 കാലയളവിൽ മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിൽ സ്കൂളുകളൊക്കെ എന്ത് ചെയ്തു, തുറക്കാൻ തുടങ്ങി. വാറൻ ഹേസ്റ്റിങ്സ് ഓപ്പൺ എ മദ്രസ അറ്റ് കൽക്കട്ട ഇൻ 1781. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വാറൻ ഹേസ്റ്റിംഗ് എന്ത് ചെയ്തു, 1781 കൽക്കട്ടയിൽ ഒരു മദ്രസ തുറന്നിട്ടുണ്ടായിരുന്നു. ദെൻ ജോനാഥൻ ഡങ്കൻ, ദ ബ്രിട്ടീഷ് റെസിഡൻസ് ഓഫ് ബനാറസ്, എസ്റ്റാബ്ലിഷ്ഡ് ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ് ഇൻ 1791. അങ്ങനെ 1791 ജോനാഥൻ ഡങ്കന് എന്ത് ചെയ്തു, ഒരു ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ 1800 ലോർഡ് വെല്ലസ്ലി എസ്റ്റാബ്ലിഷ്ഡ് ദ ഫോർട്ട് വില്യം കോളേജ് അറ്റ് കൽക്കട്ട. 1800 എന്ത് ചെയ്തിട്ടുണ്ട്, വെല്ലസ്ലി പ്രഭു കൽക്കട്ടയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ദ ചാർട്ടർ ആക്ട്
of 1813 made the East India Company responsible for the education in India. അങ്ങനെ 1813 ചാർട്ടർ ആക്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്ത് അവരാണ് ഇതിൻ്റെ ഒരു റെസ്പോൺസിബിളായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ റെസ്പോൺസിബിളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഓറിയൻ്റൽ ഓക്സിഡൻ്റൽ കോൺട്രവേഴ്സി ഓർ ആംഗ്ലിസിറ്റ്സ് ഓറിയൻ്റലിസ്റ്റ് കോൺട്രവേഴ്സി. ഇനി എന്താണ് ഓറിയൻ്റലിസ്റ്റ് ഓക്സിഡൻഷ്യൽ കോൺട്രവേഴ്സി എന്നാണ് പറയുന്നത്. It is a debate between Orientalist and Anglicist due to the issues of language for the medium of instruction in India. ഇന്ത്യയിലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ്റെ അവരുടെ ലാംഗ്വേജിനെ ചൊല്ലിയിട്ട് ഒരു ഡിബൈറ്റ് ഉണ്ടായി. അത് ഓറിയൻ്റലിസ്റ്റും ആംഗ്ലിസിസ്റ്റും തമ്മിലായിരുന്നു. ഓറിയൻ്റലിസ്റ്റ് people who wanted to promote education in India through the medium of classical language such as Sanskrit, Persian and Arabic. അപ്പോൾ ഓറിയൻ്റലിസ്റ്റുകൾ പറഞ്ഞത് എന്താണ്, അവരെന്തിനെ പ്രൊമോട്ട് ചെയ്തത്, അവർ പറഞ്ഞത് മീഡിയം ഓഫ് ക്ലാസിക്കൽ ലാംഗ്വേജസ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റും പേർഷ്യനും അറബിക്കൊക്കെയാണ്. എന്നാൽ ആംഗ്ലിസിറ്റ്സ് എന്താ പറഞ്ഞത്, പീപ്പിൾ ഹൂ വാണ്ടഡ് ടു പ്രൊമോട്ട് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓറിയൻ്റലിസ്റ്റുകൾ സാൻസ്ക്രിറ്റ്, പേർഷ്യൻ, അറബിക് തുടങ്ങിയിട്ടുള്ള ക്ലാസിക്കൽ ഭാഷകളുടെ മാധ്യമത്തിലൂടെ ഇന്ത്യയിൽ ഒരു എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളുകളായിരുന്നെങ്കിൽ എന്താണ് ഈ ഒരു ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇംഗ്ലീഷിന് ഒരു എന്താണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനായി അല്ലെങ്കിൽ മാധ്യമമായിട്ട് പിന്തുണച്ചു. അങ്ങനെ ഇംഗ്ലീഷിനെ ഒരു മാധ്യമമായിട്ട് പിന്തുണച്ചിട്ടുള്ള ആളുകളാണ് ആംഗ്ലിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ മെക്കോളേസ് മിനിറ്റ്. Macaulay was a famous British historian, essayist, orator and statesman. He was the commissioner of the Board of Control of Indian Affairs in British government in 1834. നമുക്കറിയാം പ്രശസ്തമായിട്ടുള്ള ബ്രിട്ടീഷ് ചരിത്രകാരനും ഉപന്യാസകനൊക്കെ ആയിരുന്നു മെക്കോളെ എന്ന് പറഞ്ഞാൽ. 1834 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ഇന്ത്യൻ ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ഇന്ത്യൻ അഫയേഴ്സിൻ്റെ എന്തായിട്ട് മാറി, അദ്ദേഹം അതിൻ്റെ കമ്മീഷണറായിരുന്നു അദ്ദേഹം. Then the major sake of this appointment was to settle the Oriental Occidental controversy. പ്രധാനമായിട്ടും അദ്ദേഹത്തെ നിയമിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചുമതല എന്ന് പറഞ്ഞാൽ ഓറിയൻ്റൽ ഓക്സിഡൻ്റൽ ഡിബൈറ്റിനെ പരിഹരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തെ അങ്ങനെ നിയമിക്കാനുണ്ടായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ. In 1835 February 8 മെക്കോളെ പ്രസൻറ്റഡ് ഹിസ് ഹിസ്റ്റോറിക്കൽ മിനിറ്റ്സ് ഓൺ എഡ്യൂക്കേഷൻ. അങ്ങനെ 1835 ഫെബ്രുവരി 8 മെക്കോളെ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള തൻ്റെ ചരിത്രരേഖകൾ എന്ത് ചെയ്തു, അവർ പ്രസൻറ്റ് ചെയ്തു. Then he attached importance to the education of the higher classes and thus emphasized the theory of downward filtration. അങ്ങനെ ഉയർന്ന ക്ലാസ്സുകളുടെ എഡ്യൂക്കേഷൻ അദ്ദേഹം പ്രാധാന്യം നൽകി. അങ്ങനെ താഴെ തട്ടിലേക്ക് ഒരു ഫിൽട്രേഷൻ സിദ്ധാന്തത്തിന് എന്ത് ചെയ്തു, അദ്ദേഹം ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു 1835 ഫെബ്രുവരിയിൽ അദ്ദേഹം ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു മിനിറ്റ്സ് കൊണ്ടുവന്നു എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ഒരു ഡൗൺവേർഡ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മെക്കോളെ എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനാണ്, എസ്സേയിസ്റ്റാണ്, ഒറേറ്ററാണ്. ആൻഡ് ഹി വാസ് ദി കമ്മീഷണർ ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ഇന്ത്യൻ അഫയേഴ്സിൻ്റെ ഒരു എന്തായിരുന്നു, അദ്ദേഹം ഒരു ചെയർമാൻ ആയിരുന്നു. കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓറിയൻ്റലും ഓക്സിഡൻ്റൽ കോൺട്രവേഴ്സിനെ എന്താണ് അല്ലെങ്കിൽ ആ ഒരു ഡിബൈറ്റിനെ പരിഹരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തെ നിയമിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത്. ദെൻ മേജർ ഒബ്സർവേഷൻ ആണ് ഇനി പറയുന്നത്. എന്തൊക്കെയാണ് മേജർ ഒബ്സർവേഷൻസ് എന്ന് നോക്കാം. ഇംഗ്ലീഷ് ഷുഡ് ബി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എസ്പെഷ്യലി അറ്റ് ഹയർ ലെവൽസ് ആസ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വെഹിക്കിൾ ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. അപ്പോൾ ഒരു മേജർ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇംഗ്ലീഷിനെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഇംഗ്ലീഷ് ഷുഡ് ബി ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എസ്പെഷ്യലി ഹയർ ലെവൽസ്
ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വെഹിക്കിൾ ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. പ്രത്യേകിച്ച് അത് ഉയർന്ന തലങ്ങളിൽ ഹയർ ലെവലിലേക്ക് വരുമ്പോൾ അത് ചിന്തയുടെയും ആവിഷ്കാരത്തിൻ്റെയും മികച്ച ഒരു ഒരു വെഹിക്കിൾ ആയിരിക്കുമെന്നും അതുപോലെ തന്നെ ഈ ഒരു ഓറിയൻ്റൽ ലേണിംഗ് സ്ഥാപനത്തിന് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓറിയൻ്റൽ ലേണിംഗ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓറിയൻ്റൽ ലേണിംഗ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ദ ഗ്രാൻഡ് ഗീവൺ ഫോർ എഡ്യൂക്കേഷൻ ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി സ്പ്രെഡ് ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ ആൻഡ് സയൻസ്. എഡ്യൂക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുള്ള ഈ ഒരു മഹത്തായിട്ടുള്ള തുക യൂറോപ്യൻ സാഹിത്യത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വ്യാപനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഈ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ അവർ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? സ്പ്രെഡ് ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ ആൻഡ് സയൻസും ലിറ്ററേച്ചറും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വ്യാപനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ടു ഡെവലപ്പ് സച്ച് പേഴ്സണാലിറ്റീസ് ഹു ആർ ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് color but English in taste, in opinion, in morals and intellect. രക്തത്തിലും അതുപോലെ നിറത്തിലൊക്കെ ഒരു ഇന്ത്യൻ ആവണം, എന്നാൽ അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലൊക്കെ ഒരു ഇംഗ്ലീഷ് അഭിരുചിയുള്ള വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുക എന്നതായിരിക്കണം എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെന്താ പറഞ്ഞത്, ഈ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പേഴ്സണാലിറ്റീസിനെ ഹു ആർ ബ്ലഡിലും കളറിലും ബ്ലഡിലും കളറിലും ഇന്ത്യക്കാരനായിരിക്കണം. ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റ്, ഒപ്പീനിയൻ, മോറൽസ്, ഇൻ്റലക്റ്റ് അവരുടെ ബുദ്ധിയിലും ധാർമ്മികതയിലും അതുപോലെ അഭിപ്രായത്തിലൊക്കെ എന്ത് ചെയ്യണം, ഒരു ഇംഗ്ലീഷ് അഭിരുചിയുള്ള ഒരു വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുക എന്നതായിരിക്കണം എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇംഗ്ലീഷ് ഷുഡ് ബി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അവർ പറഞ്ഞു. ദെൻ എക്സ്പെഷ്യലി ഇൻ ദ ഹയർ ലെവൽസിൽ പിന്നെ എന്ത് ചെയ്യണം, ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, ഈ ഓറിയൻ്റൽ ലേണിംഗ് അവിടെ കൊടുക്കണം. ദെൻ അവർക്ക് എന്ത് ചെയ്യണം, ഈ സ്പ്രെഡ് ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചറും സയൻസും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേകം ഗ്രാൻഡ്. ഇതൊക്കെയാണ് അവരുടെ മേജർ ഒബ്സർവേഷൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. Downward filtration theory. It is the assumption that a change in the upper stratum of hierarchically structured society will have in due course its reflections in the entire lower stratum. അവർ ഒരു ഡൗൺവാർഡ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹയറാർക്കിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു ശ്രേണീക്രമത്തിൽ ഘടനാപരമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്ട്രാറ്റയിലുള്ള മാറ്റം യഥാസമയം എന്ത് ചെയ്യുന്നു, അതിൻ്റെ പ്രതിഫലനമാണ് താഴെ സ്ട്രാറ്റത്തിലേക്ക് അല്ലെങ്കിൽ താഴത്തെ തലത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്, ഒരു അസംഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. It means that education and modern ideas were supposed to filter downward from the upper class to lower class. അതിൻ്റെ അർത്ഥം എന്താണ്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആധുനിക ആശയങ്ങളും ഉയർന്ന ക്ലാസ്സിൽ നിന്ന് താഴെ തട്ടിലേക്ക് നമ്മൾ ഫിൽട്ടർ ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്നാണ് ബ്രിട്ടീഷുകാർ വാദിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെന്താണ്, ഒരു എഡ്യൂക്കേഷൻ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരാളുകൾക്ക് കിട്ടിയാൽ മാത്രമേ അത് ഫിൽട്ടർ ചെയ്തിട്ട് താഴെ തലങ്ങളിലേക്ക് ലോവർ ക്ലാസ്സിലേക്ക് വരൂ എന്നാണ് അവർ പറയുന്നത്. ദ ബ്രിട്ടീഷ് ആർഗ്യൂ ദാറ്റ് ദേ വുഡ് എഡ്യൂക്കേറ്റ് ഓൺലി ദ ഇന്ത്യൻ എലൈറ്റ് പീപ്പിൾ ഓർ ടോപ്പ് ക്ലാസ്സസ് പീപ്പിൾ ആൻഡ് ത്രൂ ദം ദി ലോവർ ക്ലാസ് പീപ്പിൾ വുഡ് ബി ആൾസോ ബെനഫിറ്റഡ്. അതെന്താണ്, തങ്ങൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു വരേണ്യ ജനതയെ ഉയർന്ന വിഭാഗക്കാരനോ അല്ലെങ്കിൽ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ എന്ന് അവരിലൂടെ താഴ്ന്ന വിഭാഗക്കാർക്ക് പ്രയോജനം ലഭിക്കുമെന്ന് അവർ പറഞ്ഞു. എന്ന് വെച്ചാൽ അവർ ബ്രിട്ടീഷുകാർ ആർഗ്യൂ ചെയ്തു ദേ വുഡ് എഡ്യൂക്കേറ്റ് ഓൺലി ദ ഇന്ത്യൻ അലൈറ്റ് പീപ്പിൾ ഓർ ടോപ്പ് ക്ലാസ് പീപ്പിൾ, അവർ ടോപ്പ് ക്ലാസ് പീപ്പിളിനെ മാത്രമേ എഡ്യൂക്കേറ്റ് ചെയ്യുള്ളൂ. ആൻഡ് ത്രൂ ദം ദ ലോവർ ക്ലാസ് പീപ്പിൾ വുഡ് ബി ആൾസോ ബി ബെനിഫിറ്റഡ്. അങ്ങനെ ഉയർന്ന തലത്തിലുള്ള ആളുകൾക്ക് കൊടുത്താൽ മാത്രം അതെന്ത് ചെയ്യും, താഴെ തട്ടിലുള്ള ആളുകൾക്കും അത് പ്രയോജനപ്പെടുമെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഡൗൺവാൾഡ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ. പ്രധാനമായിട്ടും എന്താണ് ഈ ഡൗൺവാൾഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറഞ്ഞാൽ, അപ്പർ സ്ട്രാറ്റത്തിലുള്ള ആളുകൾക്ക്
നമ്മൾ എഡ്യൂക്കേഷന് പ്രൊവൈഡ് ചെയ്താൽ മാത്രം അതെന്ത് ചെയ്യും, അത് താഴെ തട്ടിലുള്ള ആളുകൾക്ക് അതിൻ്റെ ബെനഫിറ്റ് എന്ത് ചെയ്യുള്ളൂ, കിട്ടൂ എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ഡൗൺവാർഡ് ഫിൽട്രേഷൻ തിയറി ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ അപ്പർ ക്ലാസ്സിലേക്ക് നമ്മൾ സ്ട്രാറ്റത്തിലേക്ക് നമ്മൾ ഒരു എഡ്യൂക്കേഷനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ലോവർ സ്ട്രാറ്റത്തിലേക്കും അത് എന്ത് ചെയ്യും, അതിൻ്റെ ബെനഫിറ്റ് ലഭിക്കും എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ കോൺട്രിബ്യൂഷൻ ഓഫ് മെക്കോളേസ്. ഇനി മെക്കോളേസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്ഡ് ടു വൈൻഡ് അപ്പ് ദ ഓറിയൻ്റൽ ഓക്സിഡൻ്റൽ കോൺട്രവേഴ്സി. ഓറിയൻ്റലുകളും ഓക്സിഡൻസുകളും തമ്മിലുള്ള ഒരു ഡിബൈറ്റ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെക്കോളയുടെ കോൺട്രിബ്യൂഷൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. മെക്കോളെ ലേഡ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആധുനിക എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൻ്റെ അടിത്തറ ഇട്ടത് ആരാണ്? മെക്കോളയാണ്. He contributed to spread of science, western literature and value in India. അദ്ദേഹം ഇന്ത്യയിൽ ശാസ്ത്രം അതുപോലെ തന്നെ എന്താണ് സയൻസ്, സാഹിത്യ മൂല്യങ്ങൾ എന്നിവയുടെ ഒക്കെ പ്രാധാന്യം എന്ത് ചെയ്തു ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യാപനത്തിന് സംഭാവനകൾ നൽകിയിട്ടുള്ളത് മെക്കോളയായിരുന്നു. Then the spread of English education helped to Indian to became acquainted with the latest development in the world and got inspiration for fighting for their political independence. അങ്ങനെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ വ്യാപനത്തിലൂടെ ഇന്ത്യക്കാരെ ലോകത്തിലെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ വികസനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും അവരുടെ പോരാട്ടത്തിനൊക്കെ പ്രചോദനം നൽകാനൊക്കെ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഹിസ് minutes encouraged the initiation of more English course and higher education സെൻറ്റേഴ്സ് ബൈ വെസ്റ്റേൺ മിഷണറീസ് ഇൻ ഇന്ത്യ. അതിലൂടെ തന്നെ എന്താണ് ഇത്തരത്തിൽ ധാരാളം മിനിറ്റ്സ് എൻകറേജ് ചെയ്തിട്ടുള്ളത് ഇനീസിയേഷൻ ഓഫ് മോർ ഇംഗ്ലീഷ് കോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇംഗ്ലീഷ് കോഴ്സുകളെയും ഹയർ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സിനെയൊക്കെ എന്ത് ചെയ്തു, ഇത് അതൊക്കെ അല്ലെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ഇതൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇംഗ്ലീഷ് കോഴ്സുകളും ഹയർ എഡ്യൂക്കേഷൻ കേന്ദ്രങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് എന്താണ് ഈ ഓറിയൻ്റൽ ഓക്സിഡൻ്റൽ കോൺട്രവേഴ്സിനെ വൈൻഡപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിലൂടെയാണ് സയൻസും വെസ്റ്റേൺ ലിറ്ററേച്ചറും വാല്യൂസ് ഇൻ ഇന്ത്യ അതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഹെൽപ്ഡ് ഇന്ത്യൻസ് ടു ബിക്കേം acquainted with the latest development in the world and got inspiration for fighting for their political independence. അവരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു. ഹിസ് മിനിറ്റ് എൻകറേജ്ഡ് ഇനീസിയേഷൻ ഓഫ് മോർ ഇംഗ്ലീഷ് കോഴ്സ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ്. അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഈ പാശ്ചാത്യ മിഷണറിമാർ കൂടുതൽ ഇംഗ്ലീഷ് കോഴ്സുകളും ഹയർ എഡ്യൂക്കേഷൻ കേന്ദ്രങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഡീമെറിറ്റ്സ് ഓഫ് മെക്കോളേസ് മിനിറ്റ്സ് ഇതൊക്കെയാണ് അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് ഡീമെറിറ്റ്സുകൾ ഉണ്ടായിരുന്നു. ഇനി എന്തൊക്കെയാണ് അവരുടെ ഡീമെറിറ്റ്സ് എന്ന് നോക്കാം. ലെഡ് ടു ദ ക്ലോഷർ ഓഫ് സാൻസ്ക്രിറ്റ് പാഠശാല ആൻഡ് മദ്രസസ്. മെക്കോളെ മിനിറ്റുകളുടെ അപാകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സംസ്കൃത പാഠശാലകളും മദ്രസകളും അടച്ചു പൂട്ടുന്നതിലേക്ക് ഇദ്ദേഹത്തിൻ്റെ മിനിറ്റ്സ് നയിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡീമെറിറ്റായിട്ട് ഇതിനെ കണക്കാക്കാം. കോസ്ഡ് ദ സെറ്റ് ബാക്ക് ഓഫ് ഓറിയൻ്റൽ ലേണിംഗ്. പൗരസ്ത്യ പഠനത്തിൻ്റെ തിരിച്ചടിയിലേക്ക് അത് കാരണമായി. നെഗ്ലക്റ്റഡ് ഓഫ് ലോക്കൽ ലാംഗ്വേജ്. പ്രാദേശിക ഭാഷകളോടുള്ള അവഗണന. ഇറ്റ് അബാൻഡൻഡ് മാസ് എഡ്യൂക്കേഷന്. അത് ബഹുജനം എന്ത് ചെയ്തു, അവർ മാസ് എഡ്യൂക്കേഷൻ ഉപേക്ഷിക്കാനായി. ഇറ്റ് ഒപ്പോസിറ്റ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് റിലീജിയൻ. ഇന്ത്യൻ കൾച്ചർ അതുപോലെ തന്നെ എന്താണ് റിലീജിയനൊക്കെ എന്ത് ചെയ്തു, അത് എതിർത്തിട്ടുണ്ടായിരുന്നു. വുഡ്സ് ഡിസ്പാച്ച്. The British Parliament constituted a parliamentary committee in 1853 to review the educational development undertaken by the company in India. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 1853 ഒരു പാർലമെൻ്ററി കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്പനിയിൽ ഏറ്റെടുത്തിരിക്കുന്ന എഡ്യൂക്കേഷൻ്റെ വികസനങ്ങളൊക്കെ അവലോകനം ചെയ്യുക എന്നതായിരുന്നു. ഹി വാസ് ദി ചെയർമാൻ ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അദ്ദേഹം ഈ ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചെയർമാനായിരുന്നു. ദ കമ്മിറ്റി കൺസിഡേർഡ് ദ ഇഷ്യൂസ് ഓഫ് എയിം ഓഫ് എഡ്യൂക്കേഷൻ.
medium of instructions, education of masses and other aspects in depth, and gave important recommendations in the shape of dispatch only on July 19, 1854. അങ്ങനെ ജൂലൈ 19, 1854 എന്ത് ചെയ്തു, ഒരു മാസസ് ആൻഡ് അതർ ആസ്പെക്ട് ഇൻ ഡെപ്ത് ആൻഡ് ഗേവ് ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ ഇൻ ദി ഷേപ്പ് അല്ലേ. ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ 1854 ജൂലൈ 19 ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ പ്രധാന ശുപാർശകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ മാഗ്ന കാർട്ട ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇത് ഇന്ത്യയിൽ എന്താണ്, ഇന്ത്യയിൽ പിന്തുടരേണ്ട അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ മാഗ്ന കാർട്ടയായിട്ട് കണക്കാക്കപ്പെടുന്നു. It was the first authoritative declaration on the part of the British Parliament about the education policy to be followed in India. അങ്ങനെ ഇന്ത്യയിൽ പിന്തുടരേണ്ടതായിട്ടുള്ള എഡ്യൂക്കേഷൻ നയത്തെക്കുറിച്ച് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഈ ഒരു ഓരോ ഇയറും പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ എന്താണ്, ഇതിന് ഒരു ഡെപ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ റെക്കമെൻഡേഷൻ ശുപാർശകൾ കൊണ്ട് സാധിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്താണ്, മാഗ്ന കാർട്ട ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് എന്നും കൂടെ ഓർത്തു വയ്ക്കുക. Then aims of Wood's dispatch: mental development of Indian and to rise their intellectual standard. ഇന്ത്യക്കാരൻ്റെ മാനസിക വികസനവും അവരുടെ ഭൗതിക നിലവാരങ്ങളും ഉയർത്തുക. To make Indians aware of Western knowledge and science and to permute their material prosperity. അവരെന്ത് ചെയ്യണം, ഇന്ത്യക്കാരെ ഒരു പാശ്ചാത്യ നോളജ് അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെയും സയൻസ് ടെക്നോളജി അല്ലെങ്കിൽ ശാസ്ത്രത്തെക്കുറിച്ചൊക്കെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഭൗതികമായിട്ടുള്ള ഇത് എന്ത് ചെയ്യണം, അഭിവൃദ്ധിയൊക്കെ പെടുത്താൻ വേണ്ടിയിട്ടും ഇത് സഹായിച്ചു. ടു പ്രൊഡ്യൂസ് പ്രോപ്പർ ഏബിൾ വർക്കേഴ്സ് ഫോർ ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കിഴക്കേ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തു, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് കഴിവുള്ള തൊഴിലാളികളെ വർക്കേഴ്സിനൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് എന്ത് ചെയ്തു, ഒരു മെൻ്റൽ ഡെവലപ്മെൻറ്റ് കൊടുത്തു. അവർ റൈസ് ദെയർ ഇൻ്റലക്ച്വൽ സ്റ്റാൻഡേർഡ്, മാനസികമായിട്ടുള്ള വികസനത്തിന് അവരുടെ ഭൗതിക നിലവാരം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ടു മേക്ക് ദ ഇന്ത്യൻസ് അവെയർ ദി വെസ്റ്റേൺ നോളജ് ആൻഡ് സയൻസ് ടു പെർമ്യൂട്ട് ദെയർ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി. അവർ ശാസ്ത്രത്തെയും വിജ്ഞാനത്തെക്കുറിച്ചൊക്കെയുള്ള ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവെയർ ചെയ്യുക എന്നുള്ളതും. ടു പ്രൊഡ്യൂസ് പ്രോപ്പർ ഏബിൾ വർക്കേഴ്സ് ഫോർ ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലേക്ക് കഴിവുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തു, ഈ വുഡ്സ് ഡിസ്പാച്ചിൻ്റെ ഈ ഒരു ഇതിലൂടെ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊരു എയിംസ് ഓഫ് അവരുടെ വുഡ്സ് ഡിസ്പാച്ചിൻ്റെ പ്രധാനപ്പെട്ട എയിംസ് ആയിട്ട് മാറി. എബൌട്ട് ദി കരിക്കുലം, ഇനി അവരുടെ കരിക്കുലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗീവ് എംഫസൈസ് ഓൺ ഓറിയൻ്റൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, സ്പെഷ്യൽ പ്ലേസ് ടു ദ വെസ്റ്റേൺ നോളജ് ആൻഡ് സയൻസ്, ലിമിറ്റഡ് പെർമിഷൻ ഫോർ റിലീജിയസ് എഡ്യൂക്കേഷൻ. അവരുടെ ഗീവ് എംഫസൈസ് ഓറിയൻ്റൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, അവർ ഓറിയൻ്റൽ ലാംഗ്വേജിനും അതുപോലെ ലിറ്ററേച്ചർ സാഹിത്യത്തിലും എന്ത് ചെയ്തു, അവർ പ്രത്യേക സ്ഥാനം നൽകി, എംഫസൈസ് ചെയ്തു, ഊന്നൽ നൽകി. സ്പെഷ്യൽ പ്ലേസ് ടു വെസ്റ്റേൺ നോളജ് ആൻഡ് സയൻസ്, അവരെന്ത് ചെയ്തു, ഈ ഒരു വെസ്റ്റേൺ നോളജിനെ അല്ലെങ്കിൽ പാശ്ചാത്യമായിട്ടുള്ള അറിവിനെ അവരെന്ത് ചെയ്തു, അതിനൊക്കെ സ്പെഷ്യൽ പ്ലേസുകൾ നൽകി. ആൻഡ് സയൻസ്, ലിമിറ്റഡ് പെർമിഷൻ ഫോർ റിലീജിയസ് എഡ്യൂക്കേഷന്, അവർ ഈ ഒരു എന്ത് ചെയ്തു, ഒരു ലിമിറ്റഡ് റിലീജിയസ് എഡ്യൂക്കേഷന് അവരെന്ത് ചെയ്തു, ലിമിറ്റഡ് ആയിട്ടുള്ള പെർമിഷനാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ്. എന്താണ് അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ? നാറ്റീവ് ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ് ടു ബി മീഡിയം ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. നാറ്റീവ് ലാംഗ്വേജും ഇംഗ്ലീഷൊക്കെ ആയിരുന്നു അവരുടെ പ്രൈമറി എഡ്യൂക്കേഷൻ്റെ മാധ്യമമായിട്ടുണ്ടായിരുന്നത്, മീഡിയമായിട്ടുണ്ടായിരുന്നത്. അറ്റ് ഹയർ എഡ്യൂക്കേഷൻ സജസ്റ്റഡ് ഇംഗ്ലീഷ് ആസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഹയർ എഡ്യൂക്കേഷനിൽ ഇംഗ്ലീഷാണ് അവർ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എക്സ്റ്റൻഷൻ ഓഫ് മാസ് എഡ്യൂക്കേഷൻ. എന്താണ് ഇനി മാസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ? ഡൗൺവാൾഡ് ഫിൽട്രേഷൻ തിയറി ഹിയർ ബൈ സ്റ്റാൻഡ്സ് റിജക്റ്റഡ്.
എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺവാർഡ് ഫിൽട്രേഷൻ സിദ്ധാന്തം അവിടെ എന്ത് ചെയ്ത് നിരസിച്ചു. എഡ്യൂക്കേഷൻ വിൽ ബി മെയ്ഡ് അവൈലബിൾ നോട്ട് ഓൺലി ഫോർ ഹയർ ക്ലാസ്സസ് ബട്ട് ഫോർ എവ്രി. എന്ന് വെച്ചാൽ എന്താണ്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരിക്കലും ഉയർന്ന തലത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല, എല്ലാ ആളുകളിലേക്കും അത് എല്ലാവർക്കും എഡ്യൂക്കേഷന് തുല്യമായി കൊടുക്കണം. ദ നമ്പർ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂൾ വിൽ ബി ഇൻക്രീസ്ഡ്. എന്ത് ചെയ്തു, ഒരു പ്രൈമറി സ്കൂളിൻ്റെയും സെക്കൻഡറി സ്കൂളിൻ്റെയൊക്കെ എന്ത് ചെയ്തു, അവർ ഈ ഒരു സ്കൂളുകളുടെ എണ്ണം അവർ വർദ്ധിപ്പിച്ചു. സ്കോളർഷിപ്പ് വിൽ ബി ഗിവൺ ടു ദ പുവർ ആൻഡ് മെറിറ്റോറിയസ് സ്റ്റുഡൻസ്. സ്കോളർഷിപ്പുകൾ പുവറായിട്ടുള്ള ആളുകൾക്കും മെറിറ്റോറിയസ് ആയിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്തു, സ്റ്റുഡൻസിനൊക്കെ സ്കോളർഷിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ വിമൻ എഡ്യൂക്കേഷൻ. വിമൻ എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു ഗേൾസ് സ്കൂൾ വിൽ ബി ഗിവൺ സ്പെഷ്യൽ ഗ്രാൻഡ്സ്. വിമൻ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഗേൾസിനെ അല്ലെങ്കിൽ വിമൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു അവർ ഇതിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗേൾസ് സ്കൂളിനൊക്കെ എന്ത് ചെയ്തു, പ്രത്യേകമായിട്ടുള്ള ഗ്രാൻഡുകളൊക്കെ നൽകി. ഇൻഡിവിജ്വൽ ഹെൽപ്പ് ടു വിമൻ എഡ്യൂക്കേഷൻ വിൽ ബി എൻകറേജ്ഡ്. അതുകൊണ്ട് തന്നെ എന്താണ്, വിമൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിഗതയ്ക്കും അല്ലെങ്കിൽ വിമൻ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ വിമൻസ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് ഓഫ് ദി ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. ടീച്ചർ ട്രെയിനിങ് ഇൻ ഇന്ത്യ വിൽ ബി ഓർഗനൈസ്ഡ് ദ പാറ്റേൺ ഓഫ് ടീച്ചർ ട്രെയിനിങ് ഇൻ ഇംഗ്ലണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടീച്ചർ ട്രെയിനിങ് ഇൻ ഇന്ത്യ വിൽ ബി ഓർഗനൈസ്ഡ് ദ പാറ്റേൺ ഓഫ് ടീച്ചർ ട്രെയിനിങ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ആ രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഇതിലുള്ള ഒരു ടീച്ചർ ട്രെയിനിങ് ഒരു ഇന്ത്യയിൽ ഒരു മാതൃകാപരമായിട്ടുള്ളൊന്ന് കൊണ്ടുവന്നു. ദെൻ സ്കോളർഷിപ്പ് ഫോർ ടീച്ചേഴ്സ് ഡ്യൂറിങ് ദർ ട്രെയിനിങ് പീരീഡ് വിൽ ബി ഓർഗനൈസ്ഡ്. അവരെന്ത് ചെയ്തു, ഈ ഒരു സ്കോളർഷിപ്പ് ഒക്കെ കൊടുത്തു. ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ ടീച്ചേഴ്സിന് പ്രത്യേക സ്കോളർഷിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി മെറിറ്റ്സ് ഓഫ് വുഡ്സ് ഡിസ്പാച്ച്. എന്താണ് വുഡ്സ് ഡിസ്പാച്ചിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ എല്ലാം ഒരു മെറിറ്റ് എന്ന് നോക്കാം. Thereafter the Woods Dispatch, the British government undertake responsibility of education in India. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഒരു ബ്രിട്ടീഷ് സർക്കാർ അത് ഏറ്റെടുക്കുകയാണ്. എസ്റ്റാബ്ലിഷ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്ഥാപിച്ചു. ബിഗിനിങ് ഓഫ് ഗ്രാൻഡ് എയ്ഡ് സിസ്റ്റം. അവരെന്ത് ചെയ്തു, ഗ്രാൻഡ് ഇൻ എയ്ഡ് സിസ്റ്റം ഒക്കെ അവർ തുടങ്ങി. ലേഡ് ഫൗണ്ടേഷൻ ഗ്രേഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവർ ഫൗണ്ടേഷൻസൊക്കെ അല്ലെങ്കിൽ ലേഡ് ഫൗണ്ടേഷൻ ഓഫ് ഗ്രേഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഗീവ് എംഫസൈസ് ഓൺ വിമൻ എഡ്യൂക്കേഷനെ എംഫസൈസ് ചെയ്തു. ഗീവ് എംഫസൈസ് ഓൺ മുസ്ലിം എഡ്യൂക്കേഷനെ എംഫസൈസ് ചെയ്തു. ഗീവ് എംഫസൈസ് ഓൺ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അവരെന്ത് ചെയ്തു, ടീച്ചർ എഡ്യൂക്കേഷൻ അറേഞ്ച്മെൻറ്റിനൊക്കെ ഒന്നും കൂടെ മാറ്റി ക്രമീകരിച്ചു, റീഅറേഞ്ച് ചെയ്തു. എംഫസൈസ് ഓൺ മോറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻസ്. അവർ ഇന്ത്യൻസിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റിനെ എംഫസൈസ് ചെയ്തു. ലേഡ് ഫൗണ്ടേഷൻ ഓഫ് മോർ യൂണിവേഴ്സിറ്റീസ്. ഒരുപാട് യൂണിവേഴ്സിറ്റീസൊക്കെ ഫൗണ്ട് ചെയ്തു. റിജക്റ്റഡ് ദ ഡൗൺവാർഡ് ഫിൽട്രേഷൻ തിയറി. അവരെന്ത് ചെയ്തു, ഈ ഒരു ഡിസ്പാച്ചിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ഡൗൺവാർഡ് ഫിൽട്രേഷൻ തിയറി റിജക്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ തലത്തിലുള്ള ആളുകൾക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു.